ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാലും അങ്ങനെ തെരഞ്ഞെടുപ്പ് വരെയല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി? നമ്മുടെ പാറശാല മണ്ഡലം എന്താണ് നിലവിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി അതാര്? ഇവിടെ ഉള്ള മെമ്പർ അതാരാണ്? ജയിക്കും. പിന്നെ സംശയം തോന്നുന്നു കാര്യത്തെന്നറിയാം. എൻ്റെ കാഴ്ചപ്പാടാണ്. ഇവിടെ പല MLA-മാരും ജയിച്ചു, പല പദ്ധതികൾ അവർ രൂപം കൊടുത്തു, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒന്നും എങ്ങും എത്തിച്ചില്ല. ഇയാളെ സംബന്ധിച്ച് പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിലൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു കക്ഷി ചോദിച്ചു, നിനക്കെന്ത് തന്നു? ഞാൻ പറഞ്ഞു, എനിക്കല്ല, നാട്ടിൽ മൊത്തത്തിൽ വരുന്ന ഗുണം അയാളുടെ കഴിവിൽ പറ്റുന്നത് ചെയ്തു. ഒരു നടപ്പാലം കിട്ടാനാണ് കുമ്പിക്കൽ ഒരുങ്ങി, ആർക്കും കഴിയില്ല. അയാളുടേതായ പരിശ്രമത്തിൽ സർക്കാർ അത് അനുവദിച്ചു, പണിയിച്ചു. അത് തന്നെ ഒരു മുഖച്ഛായയാണ്. പിന്നെ പോയിട്ട് റോഡുകൾ 96% പൂർത്തിയാക്കിയിട്ടുണ്ട്. 1% കിടക്കുന്നത് എൻ്റെ വഴിയെ പൂർത്തിയാവും. അതേപോലെ തന്നെ അയാൾ കൂടെ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് അങ്ങേരെ കണ്ടൊരു കാര്യം ചോദിച്ചാൽ പറ്റുന്ന കാര്യമാണെങ്കിൽ അയാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കും. അവിടെ ജാതിയോ രാഷ്ട്രീയമോ അല്ല. ഈ വാർഡിലെ ഈ മണ്ഡലത്തിലെ ആൾക്കാർ പോയി പറയുമ്പോൾ അയാൾക്ക് പറ്റുന്ന കാര്യം ചെയ്യുന്നു. അത്തരം ഒരാൾ ജയിക്കുന്നതിനോട് എനിക്ക് 100 മാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ കേരളത്തിലെ എങ്ങനെയാണ് മൊത്തത്തിൽ? കേരളത്തിൽ ഇടതുപക്ഷം വരികയാണെങ്കിൽ ഇയാൾക്ക് കറക്റ്റായിട്ട് പാറശാലയ്ക്ക് ഒരു മന്ത്രി കിട്ടും. കേരളത്തിൽ ഇടതുപക്ഷം വരുമോ? വീണ്ടും വരും എന്നാണ്. അല്ല, കോൺഗ്രസിലെ ആളില്ല. ആരാള കോൺഗ്രസിലെ ഒരു പ്രഗത്ഭരെന്ന് പറഞ്ഞാൽ ഇതിന് നേതൃത്വം വഹിക്കാൻ നേരത്തെ ആളുണ്ടായിരുന്നു. ക്ഷേമപെൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ടുണ്ട്. ഈ മാസം എത്ര? രണ്ടെണ്ണം ഉണ്ട്. 26-ാം തീയതി. എനിക്ക് ഒരെണ്ണേ അല്ല, ഈ മാസം 2 മാസത്തെ ഒന്നിച്ച് തരാൻ പോകുന്നു. 26-ാം തീയതി 31-ാം തീയതി എന്ന് പറഞ്ഞ് കേൾക്കുന്നു, പത്രത്തിലുണ്ടായിരുന്നു. അതിന്റെ അതായത് 4000 രൂപ ഈ മറ്റേ ഇതൊക്കെ വരുന്നുണ്ട്, വിഷുവും അതെന്തൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അടുത്ത മാസത്തേക്കും കൂടെ പണം ഏൽപ്പിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പത്രത്തിൽ വാർത്ത വായിച്ചു. 26-ാം തീയതി ആദ്യത്തെ ഗഡു, ഈ മാസത്തെ 31-ാം തീയതി മുതൽ അടുത്ത ഗഡുവും തുടങ്ങും. അടുത്ത 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അടുത്ത മാസം, അതായത് ഇലക്ഷന് മുമ്പ് എല്ലാവരുടെയും കയ്യിൽ 4000 രൂപ എത്തുമെന്നാണ്. ഇലക്ഷൻ 7-ാം തീയതി, ഇലക്ഷൻ 9-ാം തീയതി, 5-ാം തീയതിക്ക്. അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. ഈ 2 മാസത്തേക്ക് ഇപ്പം പറയുമ്പോൾ ഞാൻ അറിയാം ഇത് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇടതുപക്ഷം വീണ്ടും 3ാമതും ഭരണത്തിൽ വരുമെന്നാണ് വിശ്വാസം. കാഴ്ചപ്പാടാണ്. കാര്യം കോൺഗ്രസ് വരുമായിരുന്നു. അതിനകത്ത് ശരിക്കും ഒരു കേരള നിയമസഭയെ നയിച്ചു കൊണ്ടുപോകത്തക്ക കക്ഷികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ മാറി. ഇല്ലെങ്കിൽ നോക്കാനുണ്ടായിരുന്നു. ഇല്ലെന്നൊരു നിഷേധിക്കുന്നില്ല. പേരെന്തോന്നു? ആരെ? എൻ്റെ പേര്. അപ്പോൾ പേരറിയില്ല. എൻ്റെ പേര് പാലയ്യൻ എന്നാണ്. ഓക്കെ.